ബ്രോ ഞാൻ ഇതിനിടയിൽ ഒരു വീഡിയോ ഉണ്ട്. ഉം. ഇപ്പൊ നമ്മള് നാട്ടിലെ MBBS എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5.5 വർഷം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉം. പക്ഷെ വിദേശത്താവുമ്പം ഏകദേശം 6 വർഷം എടുക്കുന്നുണ്ട്. 6 വർഷം എടുത്ത ശേഷം നമ്മളൊരു ഏകദേശം ഒരു 3 വർഷം കൂടി നാട്ടിൽ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉം. ടൈം എടുക്കുന്നുണ്ട്. ഉം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 9 വർഷം ആവുന്നുണ്ട്. ഉം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ 3 വർഷം നമുക്ക് ഈ സമയനഷ്ടം, അതുപോലെ ഈ എന്താ പറയാ, സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഉം. അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ എടുക്കുന്നതല്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് ഇത് ഞാൻ ആ വീഡിയോ കണ്ടിട്ടായിരുന്നു. ഇതിൽ നമ്മൾ കാര്യം വെച്ചാൽ അതിലെ കണക്ക് പൊട്ട തെറ്റാണെന്നുള്ളതാണ്. അത് രണ്ട് കാര്യമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ നാട്ടിൽ 5.5 വർഷം കൊണ്ട് കോഴ്സ് കഴിഞ്ഞു. അതിന്റെ രജിസ്ട്രേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാകുമ്പോഴത്തേക്ക് 6 വർഷം സമയം എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നാട്ടിൽ പഠിച്ചിറങ്ങിയ ഏത് ഡോക്ടേഴ്സിനോടെങ്കിലും ചോദിച്ചു നോക്കാം. നാട്ടിൽ ഈ പറഞ്ഞ 5.5 വർഷം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് തന്നെ ജോലി കയറി തുടങ്ങുന്നൊന്നുമില്ല. അവർക്ക് അതിൻ്റെതായ ഇവിടുത്തെ രജിസ്ട്രേഷനും മറ്റുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല ടൈം എടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 6 വർഷം കൊണ്ട് MBBS പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ ഗ്രാജുവേഷൻ ആയ ഉടനെ തന്നെ അവർ ഫസ്റ്റ് അറ്റംപ്റ്റ് FMG എഴുതി ക്ലിയർ ആവുകയാണെങ്കിൽ അവർക്ക് കേരളത്തിൽ മാത്രമാണ് FMGന്റെ റിസൾട്ട് വന്ന ശേഷം നല്ലൊരു ലാഗ് ഉണ്ടാകുന്നത്, നല്ലൊരു ഡിലേ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് 8 മാസം 9 മാസം ഒക്കെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കേരളത്തിന് പുറത്തുള്ള മറ്റുള്ള സ്റ്റേറ്റുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കർണാടക തമിഴ്നാടൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 2 വീക്സ് കൊണ്ട് തന്നെ റിസൾട്ട് വന്ന 2 വീക്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 വർഷം കോഴ്സ് കഴിഞ്ഞ് ഒരു 4 5 മാസം നിങ്ങൾക്ക് ടൈം പീരീഡ് എടുത്തുകൊണ്ട് ഫസ്റ്റ് വരുന്ന അറ്റംപ്റ്റ് ക്ലിയർ ആവുകയാണെങ്കിൽ, FMG ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ആണെങ്കിൽ അത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റീസ് എടുക്കണം. ആ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1.5 വർഷം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് തന്നെ ഏകദേശം നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്ത് തന്നു ഒരു 1.5 വർഷം കണക്ക് കൂട്ടിക്കോ. ആറാമത്തെ വർഷം 7.5 വർഷം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ 7.5 വർഷം അവിടെ എടുക്കുന്നുള്ളൂ. അതല്ലാതെ ഇപ്പോൾ വേറൊരു അപ്ഡേഷൻ ഉണ്ട്. ഇപ്പോൾ കേരളത്തിന് ഹൈക്കോടതി ഓർഡർ വന്നിട്ടുണ്ട്. അതായത് ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ സാലറി കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 6 വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങിയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് സാലറി കിട്ടി തുടങ്ങും. അപ്പൊ എവിടെയാണ് ഈ സമയനഷ്ടം വരുന്നത്? മറ്റൊന്ന്, ഈ പറയുന്ന ആൾക്കാർ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അവർ ഒന്നുകിൽ ഈ എൻട്രൻസ് കോച്ചിങ് സെന്ററുകളോ അല്ലെങ്കിൽ നാട്ടിൽ ഡൊമസ്റ്റിക്കിനോ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സ്വഭാവമായിട്ട് അബ്രോഡിന് എഗെയിൻസ്റ്റ് പറയുമ്പോൾ ഇത്തരത്തിൽ വലിയൊരു പൊട്ടക്കണക്ക് തെറ്റ് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം, ഇത് പറയാൻ എളുപ്പമാണെന്ന് നിങ്ങൾ പറയും. പക്ഷേ ഫോർ എക്സാമ്പിൾ 2025 ഗ്രാജുവേഷനായ എന്റെ സ്റ്റുഡൻസ്, നമ്മുടെ സ്റ്റുഡൻസ്, അൽഫറാബി കസക് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോലും പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ഈ പറയുന്ന 2026 ജൂൺ ആകുമ്പോഴത്തേക്കും ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അവർക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ട് അവർ ഇപ്പോൾ അവിടുത്തെ ഈ പറയുന്ന കർണാടകയിലൊക്കെയുള്ള യൂണിവേഴ്സിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലുകളിലേക്ക് അവർക്ക് ജോലി കിട്ടി തുടങ്ങി. സോ കൃത്യമായി 2025 പാസ്സായ ഒരാള് 2026 ഗ്രാജുവേഷൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് എവിടെയാണ് ശരിയാകുക? പക്ഷെ പറയുന്ന കണക്ക് ശരിയാവും. അതെങ്ങനെയാണ്? ക്വാളിറ്റി ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾ എടുത്തിട്ട് അത്തരത്തിൽ പോയിട്ട് അവർ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റാതിരിക്കും. അങ്ങനെ രണ്ടാമതൊരു ടേക്ക് എടുക്കേണ്ടിയൊക്കെ ചെയ്യുന്നത് സെക്കൻഡ് അറ്റംപ്റ്റ് ഒക്കെ വരുമ്പോഴാണ് ഈ ടൈം വേസ്റ്റ് ആവുന്നത്. അതല്ലാതെ ഈ പറയുന്ന പൊട്ടക്കണക്ക് കൊണ്ട് എബ്രോഡ് പോകുന്ന കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്താന്നുള്ളൊക്കെ വ്യാമോഹമൊക്കെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. എല്ലാവരും പൊട്ടന്മാരല്ല. ഓക്കെ, ബൈ.